ഒരു മതാചാരത്തിൻ്റെ ഭാഗമായി നിലവിളക്ക് കത്തിച്ചു വെച്ചാൽ അതിൽ ചെരുപ്പിട്ടുകൊണ്ട് പോകാൻ പറ്റില്ലെങ്കിൽ നിലവിളക്ക് ഒരു മതചിഹ്നമാണ്. അത് സമ്മതിക്കണം ആദ്യം. അത് മതചിഹ്നമാണോ അല്ലേ? അത് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നിലവിളക്കൊരു മതചിഹ്നമാണോ അതല്ല? ചിലരൊക്കെ പറയുന്നത് അതൊരു സാംസ്കാരികമായ വിളക്ക് കൊളുത്തുക എന്നുള്ള സാംസ്കാരികമായ ചടങ്ങാണ്. സാംസ്കാരികമായ ചടങ്ങാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പൊതുവേദികളിലൊക്കെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാറുണ്ട്. മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യാറുണ്ട്, സിനിമാ താരങ്ങൾ ഉദ്ഘാടനം ചെയ്യാറ്. അവരും ചെരുപ്പൂരിട്ടല്ല അത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ സാംസ്കാരിക ചിഹ്നമായിട്ട് കാണണം. ഇനി അതല്ല, അതൊരു മതചിഹ്നമാണെങ്കിൽ അത് പറയണം, അതൊരു മതചിഹ്നമാണ് എങ്കിൽ ആ നിലവിളക്ക് കൊളുത്താതിരിക്കാനുള്ള അവകാശം പി കെ അബ്ദുറബ്ബിനുണ്ട് എന്ന് മമ്മൂട്ടി അംഗീകരിക്കണം. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ്, അതൊരു മതചിഹ്നമാണെങ്കിൽ ആ മതാചാരം പിന്തുടരാതിരിക്കാനുള്ള ഒരു അവകാശം കൂടി ഒരാൾക്കുണ്ടാവണം. ചെരുപ്പിടാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അംഗീകരിച്ചതിന് ശേഷം ചെരുപ്പിട്ടും പോകണ്ട, നമുക്ക് ആരും പോകണ്ട. ചെരുപ്പിട്ടാണെങ്കിലും നിലവിളക്കിനടുത്തേക്ക് പോകണ്ട. നിലവിളക്കിനടുത്തേക്ക് പോകാതിരിക്കാനുള്ള അവകാശമാണ്. ഞങ്ങൾക്ക് ചെരുപ്പ് ഊരാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇതൊരു മതാചാരമാണ്, നിലവിളക്ക് കൊളുത്താതിരിക്കാൻ പറ്റണം. ഇത് ഒരേ സമയം തന്നെ നമ്മളിതിനെ സാംസ്കാരിക ചിഹ്നമായിട്ടും അതേസമയം തന്നെ മതചിഹ്നമായിട്ടും കൊണ്ടു നടക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഇത് രണ്ടും ഇടകലരുന്ന ഏരിയകളുണ്ടാവും. സംസ്കാരവും മതവും ഇടകലരുന്ന ഏരിയകളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ അവിടെ നിന്ന് ആ സാംസ്കാരിക ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാൻ മറ്റൊരാൾക്കുള്ള അവകാശത്തെ നമ്മൾ വകവെച്ചു കൊടുക്കണം. ഒന്ന്. രണ്ട്, ഇത് ഏതെങ്കിലും തരത്തിൽ നിലവിളക്കിനെ എം വിജയൻ അവഹേളിച്ചത് കൊണ്ടല്ല അദ്ദേഹം ചീത്തവിളി കേൾക്കേണ്ടി വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ദളിത് സ്വത്വം കൊണ്ടാണ്. ആ കമൻറ്റുകൾ വായിച്ച് നമുക്കറിയാം. ഒരുപക്ഷെ മമ്മൂട്ടിയാണ് ഈ ഷൂ ഇട്ടുകൊണ്ട് നിലവിളക്ക് കൊളുത്തിയിരുന്നെങ്കിൽ ആരും ചീത്ത വിളിക്കില്ല. അല്ലെങ്കിൽ മറ്റൊരാളാണ് അത് ചെയ്തതെങ്കിൽ ചീത്ത വിളിക്കില്ല. അത് എം വിജയൻ ആയതുകൊണ്ടാണ് ആ വിളി അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരുന്നത്. അത് ആദ്യം മനസ്സിലാക്കേണ്ടത് എം വിജയനാണ്. രണ്ടാമത്, ഈ വിളികളെല്ലാം നേരത്തെ സുകേഷ് പറഞ്ഞ സംഘപരിവാർ ബോധം ഉള്ളവരിൽ നിന്നാണ്. ആ സംഘപരിവാർ ബോധം ഇല്ല എന്ന് പറയുന്നവരിൽ നിന്നും ഇതുണ്ടാവും. ഈ നിലവിളക്കിൻ്റെ പ്രശ്നത്തിൽ സംഘപരിവാർ ബോധമില്ല, ഞങ്ങൾ അവർക്കെതിരാണ് എന്ന് പറയുന്നവരും നിലവിളക്ക് കൊളുത്താൻ മടിക്കുന്ന ഒരാളെ ചീത്ത വിളിക്കും. ഈ നിലവിളക്ക് കൊളുത്തുന്ന ആളുകളെ പറ്റി അവരുടെ സ്വത്വത്തെ ഉദ്ദേശിച്ച് ഫാത്തിമ തഹ്ലിക്കെതിരെ കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടായിരുന്നു? നിലവിളക്ക് കൊളുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പലതരം പ്രശ്നമാണ്. അപ്പോൾ നമ്മളിതിൽ നമ്മുടെ വികസന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഭൂമി പൂജ ചെയ്യാറുണ്ട്. അത് സാംസ്കാരിക പരിപാടിയാണോ മതപരമായ പരിപാടിയാണോ? ആണോ? അത് പറയണ്ടേ, സർക്കാർ പറയണ്ടേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു പൊതുപരിപാടിയിൽ നമുക്ക് മതപരമായ ആചാരങ്ങൾ പാടുണ്ടോ? നമ്മൾ സെക്യുലർ സ്റ്റേറ്റ് അല്ലേ? അങ്ങനെ നിലവിളക്ക് കൊടുത്തൽ ഇങ്ങനെയുള്ള ഞാൻ പറയുന്നത് മതാചാരങ്ങളെ ഒരു കാരണവശാലും ഒരു മതത്തിൻ്റെയും മതത്തെയോ മതാചാരങ്ങളെയോ നമ്മുടെ പൊതു സ്പേസിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഭരണകൂടം ചെയ്യേണ്ടത്. ഭരണകൂടം അതിന് മാതൃക കാണിക്കണം. അതിന് പകരം ഇത് സാംസ്കാരിക ചിഹ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളക്ക് കൊളുത്തുക, അല്ലെങ്കിൽ നാളെ മുതൽ ഫാത്തിഹ ഓതി കൊണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ കുരിശ് വരച്ചുകൊണ്ട് തുടങ്ങാം എന്നൊക്കെ പറയുന്നത് വളരെ അറുബോറം പരിപാടിയാണ്. നമ്മുടെ ഇതൊരു സെക്യുലർ സ്റ്റേറ്റാണ്, നമ്മുടെ ഒരു സെക്യുലർ സൊസൈറ്റിയാണ്. അതിനാദ്യം മാതൃക കാണിക്കേണ്ടത് ഈ പറയുന്ന ഭരണകൂടമായിരിക്കണം. പക്ഷെ ഭരണകൂടം തന്നെ തേങ്ങ ഉടച്ചുകൊണ്ടും ഭൂമി പൂജ നടത്തിക്കൊണ്ടും വികസന പരിപാടികൾ തുടങ്ങുമ്പോൾ ഇത്തരം വിവാദങ്ങൾ സ്വാഭാവികമാണ്.